ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂട്ടി ചെയ്യുക. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളകും ഇഞ്ചും അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ഈ എണ്ണയിൽ കിടന്നിട്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണ്ട. ഒരു പകുതിയോളം ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ ഫില്ലിങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ മൂടി വെക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ സവാള ഒന്ന് വാടി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം അപ്പോൾ ഒരു മീഡിയം സൈസുള്ള പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ടാക്കിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയും തക്കാളിയും നമുക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് കിട്ടണം. ആ ഒരു രീതിയിലാണ് നമുക്കൊരു സ്നാക്കിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കേണ്ടത്. അതിനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം ഇതിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ വീതം വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനിപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ പൊടിയുടെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അതിൻ്റെ ശേഷം ഞാൻ കുറച്ചധികം തന്നെ മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ആ തണ്ടോട് കൂടി കട്ടാക്കിയതാണ് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റിൽ വേണം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ടാക്കിയത് കൂടി ഇതിലേക്ക് ചേർക്കാണ്. അതിനിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ വേണം ഈ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയുടെയും പുതിനയുടെയും ഇല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു മല്ലിയുടെയും പുതിനയുടെയും ഇല കടിക്കുന്ന ടൈമിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റിൽ വേണം നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം അതുപോലെ തന്നെ 1/2 കപ്പ് പാലുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററി ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ബാറ്ററി കറക്റ്റാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഏറും ചെയ്യരുത്, വല്ലാണ്ട് തിക്കാവും ചെയ്യരുത്. ഇപ്പോൾ ഇത് കറക്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അതിനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഞാനിതാ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും കുറച്ച് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു പാനിലേക്ക് ഇതിൽ നിന്നും മാവ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഒഴിച്ച ഉടനെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് വേഗത്തിൽ തന്നെ നമുക്കായിട്ട് കിട്ടൂട്ടാ ഈ ഒരു പത്തിരി. അപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ നിന്ന് നേരെ തന്നെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി പത്തിരി കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 6 പത്തിരിയാണ് ഈ ഒരു വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ചെറുതായിരുന്നു കേട്ടോ, ഈ ഒരു പാനിൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു പത്തിരി ഇതുപോലെ വേറൊരു പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പത്തിരിൻ്റെ നടുവിലായിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രക്ക് ഫില്ലിംഗ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് പോകണ്ട, നമുക്കത് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
ഇനിയിപ്പോൾ ഞാനിതാ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ നടുവിലായിട്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ നിന്ന് പകുതി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് മൈദ എടുത്തിട്ട് അതൊരു മാവിൻ്റെ രൂപത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലും മൊത്തത്തിൽ ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ സൈഡിലും ഞാൻ ഒരു മാവൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലും മൈദ ഒന്ന് തേച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ ഇതൊന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് വേണം പിന്നെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ബാക്കി ഭാഗം കൂടി ഇതുപോലെ മടക്കി കൊടുക്കാം. അവിടെയും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേഗത്തിൽ തന്നെ ഇതവിടെ വെട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ബാക്കി കൂടി ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒരു സ്നാക്ക് മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തൊന്നും എടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ 2 സ്നാക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സ്നാക്ക് ഇട്ടിട്ട് റെഡിയാക്കുന്നത്. അതിനിപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം ഞാനിതാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ വേണം നമുക്കൊരു സ്നാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള കളറിലാണ് നമുക്കൊരു സ്നാക്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ. അതിനിപ്പോൾ ഇതാ ഞാൻ മറ്റേ സ്നാക്കും ഇതുപോലെ എടുത്ത് മാറ്റിയാണ്. എന്നിട്ട് ബാക്കി കൂടി ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ നമുക്ക് ഇഫ്താറിന് വൈകിട്ടായാലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തിൽ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.